കനത്ത വേനൽ ചൂടിൽ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ചാലക്കുടി നഗരസഭയിലെ 2 വനിതാ കണ്ടിജന്റ് തൊഴിലാളികൾ കുഴഞ്ഞു വീണു. ഉച്ചസമയത്തുള്ള പണി ഒഴിവാക്കണമെന്ന് തൊഴിലാളികൾ നിരവധി തവണ ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും നടപടി സ്വീകരിച്ചില്ലെന്ന് തൊഴിലാളികൾ ആരോപിച്ചു. താത്കാലിക ജീവനക്കാരടക്കം 51 കണ്ടിജന്റ് ജീവനക്കാരാണ് നഗരസഭയിലുള്ളത്. ചൂട് കനത്തതോടെ സർക്കാർ പ്രത്യേക ആരോഗ്യ പ്രോട്ടോകോൾ പ്രഖ്യാപിച്ചിരുന്നു. ഇത് ലംഘിച്ച് കനത്ത ചൂടിൽ പണിയെടുപ്പിച്ചതാണ് വനിതാ കണ്ടിജന്റ് ജീവനക്കാർ കുഴഞ്ഞു വീണാൻ കാരണമായത്. പോട്ട സ്വദേശിനി 48 വയസ്സുള്ള ചിന്നു, വെള്ളാഞ്ചിറ സ്വദേശിനി 39 വയസ്സുള്ള ജസ്ന എന്നിവരാണ് കുഴഞ്ഞു വീണത്. ജസ്ന രാവിലെ 12:15ഓടെയാണ് കുഴഞ്ഞു വീണത്. ചിന്നു 12:50ഓടെയും കുഴഞ്ഞു വീണു. സഹപ്രവർത്തകരാണ് ഇരുവരെയും താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മാർക്കറ്റ് പരിസരത്ത് വെച്ചായിരുന്നു സംഭവം. വേനൽ ചൂട് കൂടിയ സാഹചര്യത്തിൽ പകൽ 11 മുതൽ ഉച്ചതിരിഞ്ഞ് 3 വരെയുള്ള സമയങ്ങളിൽ വിശ്രമം നൽകണമെന്ന സർക്കാർ പ്രോട്ടോകോൾ ലംഘിച്ച് നഗരസഭാ ആരോഗ്യ വിഭാഗം തൊഴിലാളികളെ പണിയെടുപ്പിച്ചതാണ് പ്രശ്നത്തിന് കാരണമായത്. ഉച്ചസമയത്തുള്ള പണി ഒഴിവാക്കണമെന്ന് തൊഴിലാളികൾ നിരവധി തവണ ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും നടപടി സ്വീകരിച്ചില്ലെന്ന് തൊഴിലാളികൾ ആരോപിച്ചു. ഒരു പ്രശ്നം നമ്മൾ കുറച്ച് നാളായിട്ട് ഇവരായിട്ട് സംസാരിക്കുന്നുണ്ട്. കുറേ നാളായിട്ട് ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇത് വന്ന സമയം തുടങ്ങി സംസാരിച്ചപ്പോൾ ആരും മാറ്റി തരില്ല എന്ന് പറയുന്നില്ല. പക്ഷേ മാറ്റിത്തരാം അത് എന്ന് പറഞ്ഞാൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈയിടുന്നൊരു ഇതായിരുന്നു. ഉറപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മാറ്റിത്തരില്ല എന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് അതാണ്. ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ തൊഴിലാളികൾക്ക് വയ്യാണ്ടാവുന്നുണ്ട്, കുറേ ആൾക്കാർക്ക് വയ്യാവുന്നുണ്ട്. കുറേ ആൾക്കാർ പുറത്ത് പറയുന്നില്ല, അവർ വയ്യാണ്ട് ലീവ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയില്ല, കാരണം വീട്ടിൽ പോയിട്ട് 2 ദിവസം ലീവ് ആകുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇപ്പോൾ അത് സംബന്ധിച്ചാണ് ഇന്ന് 2 തൊഴിലാളികൾ, കാലത്ത് ഒരാൾ ജസ്ന എന്ന് പറയുന്നൊരു കുട്ടി തലറി വീഴുകയും ആശുപത്രിയിലെത്തി ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം ഞങ്ങളുടെ കൂടെ പണി നിർത്ത ചിന്നു എന്ന് പറഞ്ഞ ഒരു സ്ത്രീ അവിടെ തലറിങ്ങി ആ ചേച്ചി വീണു. അപ്പോൾ ഞാനുണ്ടായി, ഞാനും നമ്മുടെ കൂടെ ഒരു രാജു എന്ന് പറഞ്ഞ ചേട്ടനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളാണ് ഹോസ്പിറ്റലിലേക്ക് എടുത്തത്. അപ്പോൾ PCG എടുത്തു. പിന്നെ ഇപ്പോൾ പറ്റുകയാണെങ്കിൽ ചിലപ്പോൾ സ്കാൻ ചെയ്യേണ്ടി വരും എന്ന് പറയണത്. എന്താണെന്ന് കറക്റ്റ് അറിയില്ല, ചിലപ്പോൾ ഒന്നും അറിയില്ല. തലവേദന ഇപ്പോഴും പോയിട്ടില്ല എന്ന് പറയുന്നത്. താൽക്കാലിക ജീവനക്കാരടക്കം 51 കണ്ടിജന്റ് ജീവനക്കാരാണ് നഗരസഭയിലുള്ളത്. നഗരസഭാ പ്രതിപക്ഷ ലീഡർ ജിൽ ആന്റണി, കൗൺസിലർമാരായ VJ ജോജി, അനിൽ കദലിക്കാടൻ, ഉഷ പരമേശ്വരൻ എന്നിവരുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ ഹെൽത്ത് സൂപ്രണ്ടിന്റെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. തുടർന്ന് സർക്കാർ പ്രോട്ടോകോൾ പാലിക്കാമെന്ന ഉദ്യോഗസ്ഥരുടെ ഉറപ്പിൽ പ്രതിഷേധം അവസാനിപ്പിച്ചു. മീഡിയ ടൈം, ചാലക്കുടി.